ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ റീസെൻ്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ PhD കഴിഞ്ഞ് ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഫിസിക്സ് സയൻറ്റിസ്റ്റ് ആണ്. ഇവിടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറിയിൽ UK ഞാനിപ്പോൾ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുവിധപ്പെട്ട എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുറേ പേര് ഹയർ അക്കാഡമിക് ലെവലിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു PhD കിട്ടുക എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഒക്കെ കിട്ടുക എന്നുള്ളത് കുറേ പേരുടെ ആഗ്രഹമായിരിക്കും. പക്ഷെ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധാരണ സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ളവർക്ക് തോന്നാവുന്ന ഒരു ഇൻഹിബിഷനായിരിക്കും നമ്മൾ എന്നെ കൊണ്ടൊന്നും പറ്റാവുന്ന ഒരു പൊസിഷൻ ആയിരിക്കില്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഞാൻ ഏതെങ്കിലും ചെറിയ യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിചാരങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോ. ഞാൻ സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിൽ ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഏറ്റവും അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഏറ്റവും മോശപ്പെട്ട ആരും അവരുടെ പാരൻസ് കുട്ടികളെ വിടാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു സ്കൂളിൽ പഠിച്ച്, അതായത് 300 സ്റ്റുഡൻസാണ് ഞാൻ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് +2 ഒരു അത്യാവശ്യം നല്ല അവിടെ തന്നെയുള്ള ഒരു നല്ല സ്കൂളിൽ ഞാൻ സയൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ക്രൈസ്റ്റ് കോളേജിലാണ് ഞാൻ എൻ്റെ BSc ഫിസിക്സ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഷ്ടപ്പെട്ട്, അതായത് കഷ്ടപ്പെട്ടിട്ടാണ് MG യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മറ്റേ IIT-യിലും NIT-യിലൊക്കെ MSc ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ JAM പാസ്സായിട്ടില്ല. അപ്പോൾ അത്ര എന്താ പറയുക, ഒരു എക്സലൻറ്റ് സ്റ്റുഡൻ്റ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു JAM പാസ്സാവാനുള്ള അത്ര ക്വാളിറ്റി ഒന്നും എനിക്ക് എൻ്റെ അക്കാഡമിക് ലെവലിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ JEE എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പാസ്സായിട്ടില്ല. അപ്പോൾ ആ ഒരു ലെവലിലുള്ളൊരു സാധാരണ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ ചെയ്തത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. ആ സമയത്ത് MG യൂണിവേഴ്സിറ്റിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു സപ്ലി ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ആ തരത്തിലുള്ള ഒരാൾക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD റിസർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ. ഒരു സയൻറ്റിസ്റ്റ് ആവാൻ പറ്റും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇൻഹിബിഷൻ തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിത്ത് എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ ഒരു PhD ലെവലിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. മാസ്റ്റേഴ്സിൻ്റെ കാര്യം, അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ പിന്നീട് പറയാം. എന്നാലും ജനറലി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് PhD അഡ്മിഷനൊക്കെ പ്രോസസ്സ് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും സെയിം ആണ്. പക്ഷേ മാസ്റ്റേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ UK മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് പോലെയല്ലോ. ഒന്നാമതിൽ അതൊരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. എന്താ പറയുക, അവിടേക്ക് വരുന്ന അപ്ലിക്കേഷനുകളുടെ 20% മാത്രമാണ് സക്സസ്ഫുൾ ആവുന്നുള്ളൂ. അതായത് ഒരു 100 ആപ്ലിക്കേഷൻ വരുന്നതിൽ 20 മാത്രമാണ് അവിടെ സ്റ്റുഡൻ്റായിട്ട് ചേരുന്നുള്ളൂ. അതിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ്, നാട്ടിലുള്ള യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് പോലെയാണ് ഏകദേശം. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹെഡ് ഓഫീസ് പോലെയുള്ളൊരു സ്ഥലം കോട്ടയത്തുണ്ട്. അതിൻ്റെ കീഴിൽ ഹൺഡ്രഡ്സ് ഓഫ് കോളേജുകളുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അല്ലാതെ UK മറ്റ് യൂണിവേഴ്സിറ്റികൾ പോലെ ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റിയും അതിൻ്റെ സ്വയം ഭരണാധികാരവും മാത്രമായിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏകദേശം ഒരു 35ഓളം കോളേജുകളുണ്ട്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോളേജുകളൊക്കെ, പല കോളേജുകളും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോളേജുകളുണ്ട്. ചിലതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള കോളേജുകളുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിറ്റി കോളേജ്. അതൊക്കെ ഇത്ര ഫേമസ് ആവാനുള്ള പ്രധാന കാരണം അതിൻ്റെ ആർക്കിടെക്ചറൽ മികവുകൊണ്ടും പിന്നെ അതിൽ കൊടുക്കുന്ന കോഴ്സുകളുടെ ഭയങ്കര ആർക്കിടെക്ചറൽ മികവാണ് അത് ഫേമസ് ആയി നിലനിർത്തുന്നത്. ആൾക്കാർ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ സയ്യിദ് ബിസിനസ് സ്കൂള്, പിന്നെ വദം, അവിടെയായിരുന്നു ഞാൻ എൻ്റെ PhD റിസർച്ച് ചെയ്ത് അവിടുത്തെ ഒരു സൂപ്പർവൈസറിൻ്റെ കൂടെയായിരുന്നു. വദം കോളേജ്, അതുപോലെ തന്നെ അങ്ങനെ ഒരു 35ഓളം കോളേജുകൾ. അപ്പോൾ ഈ 35 കോളേജുകളിൽ ചില കോളേജുകൾ എന്താ പറയുക, ഒരേ കോഴ്സുകളുള്ള 1-2 കോളേജുകൾ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BSc ഫിസിക്സ് അല്ലെങ്കിൽ MSc ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സ് ചിലപ്പോൾ 2-3 കോളേജുകളിൽ ഉണ്ടാവാം. പിന്നെ എഞ്ചിനീയറിംഗ് പല കോളേജുകളിൽ ഉണ്ടാവാം, മാത്സ് പല കോളേജുകളിൽ ഉണ്ടാവാം. അപ്പോൾ ഈ കോളേജുകളെല്ലാം വരുന്നത്, ഇതിൽ ഏത് കോളേജിൽ പഠിച്ചാലും നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ കോളേജിൽ പഠിച്ച് ഡിഗ്രി പാസ്സായി എന്നുള്ള രീതിയിലായിരിക്കും. അത്
ഇപ്പോൾ ലണ്ടനിൽ നോക്കിക്കഴിഞ്ഞാലും ലണ്ടനിലെ വലിയ നല്ല യൂണിവേഴ്സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലും അതുപോലെ തന്നെ ക്വീൻ മേരി യൂണിവേഴ്സിറ്റി ലണ്ടനിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇതിൽ പുറത്തുള്ളൊരു കോളേജ്. പക്ഷേ ഈ ക്വീൻ മേരി യൂണിവേഴ്സിറ്റി ആയാലും യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ആയാലും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ്റെ താഴെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഇവിടെ അതിനെ ഡിപ്ലോമ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഡിപ്ലോമ എന്നുള്ള ഒരു അർത്ഥമല്ല അതിന് വരുന്നത്. ഡിപ്ലോമ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി അവാർഡ് ചെയ്ത് കിട്ടുന്നത് ഡിപ്ലോമ. അതാണ് ഇവിടെ, അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ ഡിപ്ലോമ എന്ന് തന്നെയാണ് അതിന് പറയുക. അപ്പോൾ PhD കഴിഞ്ഞ് നമുക്ക് ഡിപ്ലോമ കിട്ടുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്നായിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 35 കോളേജുകളിൽ ഏത് കോളേജിൽ പഠിച്ചാലും നമുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് PhD അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്ന് ഓൺ ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. ഇതെന്നിട്ട് 3, 2, 1 ഗോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് എന്നിട്ട് ഇത് സിനിമ കണ്ടതാ, കൂറപ്പടം. 3, 2, 1. ഒന്നും വേണ്ട. ഞാൻ നിന്നത് ക്ലോസ് ചെയ്യുന്ന ഓക്സ്ഫോർഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആയാലും അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയാലും മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, അഡ്വർടൈസ് ചെയ്യുന്നത് ഇന്നലെ പറഞ്ഞ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും. jobs.ac.uk ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും നമ്മളുടെ ഒരുവിധപ്പെട്ട എല്ലാ പൊസിഷനുകളും ഞാൻ പറഞ്ഞതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ഇവിടെ PhD സ്റ്റുഡൻഷിപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ലൊക്കേഷൻ നമുക്ക് ഓക്സ്ഫോർഡ് കൊടുക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എവിടെയുണ്ട്? let's say 5 miles. ഓക്കെ, അപ്പോൾ അതേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻഷിപ്പുകൾ ഇപ്പോൾ 3 എണ്ണമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇല്ല, ഒരെണ്ണമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അഡ്വർടൈസ് ചെയ്തിട്ടുള്ളൂ. അത് PhD സ്റ്റുഡൻഷിപ്പ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി അപ്ലൈഡ് എനർജി മെറ്റീരിയൽ എന്നുള്ള ഒരു ഫീൽഡിലാണ്. കുറഞ്ഞോണം ഫിസിക്സ് ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക മിക്കവാറും, അല്ലെങ്കിൽ കെമിസ്ട്രിയോ മെറ്റീരിയൽ സയൻസോ ഒക്കെ ചോദിക്കുന്നുണ്ടാവും. അതിന് നമുക്ക് നോക്കാം ഇത് നമുക്ക് പറ്റിയതാണോ ഇല്ല. കാരണം ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് UK സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് ഫണ്ടിങ് ഉള്ളത് എന്ന്. അപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിളായിട്ട് വെക്കാം. പക്ഷേ ഇത് UK സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഫണ്ടിങ് ഉള്ള എന്താ പറയുക പൊസിഷനുകൾ അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് അത് അഡ്വർടൈസ് ചെയ്യുന്നുണ്ടാവുക. DPhil സ്റ്റുഡൻഷിപ്പ് ഈസ് എ ഫിസിക്കൽ തിയറിറ്റിക്കൽ കെമിസ്ട്രി അവൈലബിൾ ഫ്രം October 2025 ടു വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഡോക്ടർ ക്ലൗഡിയ ടേറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഏതാ കോളേജ് എന്ന് പറഞ്ഞിട്ടില്ല. Tate group, candidate with a first class strong upper second class undergraduate degree in chemistry, physics or related discipline encouraged by apply. Candidates are expected to have a strong interest in physical chemistry, particularly spectroscopy, its quantum mechanics base. Prior experience in physical chemistry or physics research is desirable. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചു ജനറലി, അപ്പോൾ ഈ ഒരു ഭാഗം വായിച്ചു ജനറലി ആയിട്ട് നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഈ അപ്ലൈ എന്നുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ ആ കോളേജിൻ്റെ പേജിലേക്ക് നേരെ പോകും. അതായത് ആപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് പോർട്ട് കോഴ്സ്. ദിസ് ഇസ് എ റിസർച്ച് ഡിഗ്രി ലെവൽ ടു അവർ DPhil in chemistry, advanced functional materials and interface catalysis. ഓക്കെ, ഇതൊരുവിധം ഫിസിക്സ് പഠിച്ചവരും BSc ഫിസിക്സിൽ സബ്സിഡറി ആയിട്ട് കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ പറ്റുന്നതാണ്.
എൻട്രി റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇത് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല, അപ്ലൈ ചെയ്യാൻ പറ്റും അണ്ടർ വൺ കണ്ടീഷൻ. നമ്മളുടെ ഫീസ് നമ്മൾ പേ ചെയ്യാൻ തയ്യാറായിരിക്കണം. ആ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, UK സ്റ്റുഡൻസിന് 4000 പൗണ്ടാണ് അവർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടാവുക. നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് 40,000 60,000 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സാലറി ഇതിൽ പറയുന്നത് ഏകദേശം 20,000 പൗണ്ടാണ് സാലറി പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്നും യാതൊരു തരത്തിലും മാച്ച് ചെയ്യാൻ പറ്റാത്ത സാലറി ആയിരിക്കും. അപ്പോൾ അത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എന്താണ് നമ്മളുടെ എൻട്രി റിക്വയർമെൻറ്റ് എന്നുള്ളത് നോക്കാം. General, proven and potential academic excellence, degree level qualification. As minimum, applicants should have already predicted to achieve the following UK qualification: the first class or strong upper second class undergraduate degree with honors. ഒരു ഹോണേഴ്സ് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ അപ്പർ സെക്കൻഡ് ക്ലാസ്സോ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളൊരു ഹോണേഴ്സ് ഡിഗ്രി ആണ് ചോദിക്കുന്നത്. Normally this will be a chemistry degree, but degree in other physical science or in biological science may be suitable. Entrance is very competitive and most successful applicants have a first class degree or the equivalent. For applicants with bachelor's degree from US, the minimum overall GPA that is normally required to meet undergraduate level requirement 3.5 out of 4. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 90% മാർക്കിൻ്റെ മുകളിൽ വേണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ CGPA ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കോർ 3.7 കുറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടോപ്പ് സ്റ്റുഡൻസ് ആണ് അവർ നോക്കുന്നത്. GRE വേണം, GMAT സ്കോർ വേണം. If your degree is not from UK or another country specified above, visit the international qualification. Okay. Other qualification evidence of excellence and relevant experience: previous master's degree, either an integrated master's degree, prior publication are not expected but may help to indicate your aptitude for research. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. നമ്മൾ എന്താ പറയുക, ജനറലി അതൊരു കണ്ടീഷനായിട്ട് വെക്കുന്നില്ല എങ്കിൽ പോലും പ്രയർ പബ്ലിക്കേഷൻ, അത് ഒരു വിധപ്പെട്ട പോസ്റ്റുകളിലൊക്കെ പറയുന്ന പബ്ലിക്കേഷൻ വേണമെന്ന് നിർബന്ധമില്ല. എന്നിരുന്നാൽ പോലും പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആക്കുന്ന ഒരു കാര്യമായിരിക്കും. Applicants with a substantial professional experience are welcome. ഓക്കെ, അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ നല്ല അടിപൊളി പരിപാടിയായിരിക്കും. It would be expected to graduate applicants would be familiar with the recent published work of their proposed supervisor and have understanding the background too. Okay. IELTS മറ്റുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. TOEFL നോർമലാണ്. പിന്നെ എന്നിട്ട് ഡിക്ലെയറിങ് external references, supporting documents. You will be required to supply a supporting document with your application. How to apply section of this page details. Performance at the interview. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരു ATI സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ എന്താ പറയുക, ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കുള്ള നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്, പക്ഷേ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ബിക്കോസ് ഒബ്വിയസ്ലി ഓക്സ്ഫോർഡ് എന്നുള്ള പേരിന് എന്താ പറയുക, ആ പേരിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ കോമ്പറ്റീഷൻ നല്ല അടിപൊളി കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം അതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കുള്ള ജനറലി നമ്മൾ പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഫണ്ടിങ് ഉള്ള PhD വരുന്ന സമയത്ത് നമുക്കതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം. നിങ്ങളിൽ ആർക്കെങ്കിലും PhDക്കോ അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രികൾക്കോ ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസോ CVയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിലുള്ള കൺഫ്യൂഷനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊരു 1-to-1 കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ CV മേക്കിങ്ങിനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എഴുതാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിലോ ലിങ്ക്ഡിനിലോ കോൺടാക്ട് ചെയ്താൽ നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ പ്രോസസ്സ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. നിങ്ങളപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.